നമസ്കാരം. തമിഴ് സിനിമയിലെ എന്ന് മാത്രമല്ല സൂര്യ ജ്യോതിക ദമ്പതികളെ ആരാധിക്കുന്നവർക്കെല്ലാം അവരൊരു മാതൃകാ ദമ്പതിമാർ തന്നെയാണ്. ഭാര്യയെ സൂര്യ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നും കരിയറിൽ ഇരുവരും എത്രത്തോളം പിന്തുണ നൽകിയാണ് മുന്നോട്ട് പോകുന്നതെന്നും പല അഭിമുഖങ്ങളിലും രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളെല്ലാം പലപ്പോഴും വൈറലായിരുന്നു. ജ്യോതികയെ സൂര്യ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ട് ദ പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്നാണ് ആരാധകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ തമിഴ് സിനിമയിലെ താരങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നിരവധി കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രമുഖ താരങ്ങളെക്കുറിച്ചുള്ള കഥകളുണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോഴത്തെ കോളിവുഡിന്റെ പ്രിയ ദമ്പതിമാരായ സൂര്യ ജ്യോതിക താരങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് പ്രചരിക്കുന്നത്. ഇരുവരും വർഷങ്ങൾ നീണ്ട പ്രണയത്തിനു ശേഷം വിവാഹിതരായവരാണ്. സൂര്യയും ജ്യോതികയും ആദ്യമായി കണ്ടുമുട്ടിയതും പൂവെല്ലാം കേട്ടുപാർ എന്ന തമിഴ് സിനിമയിലൂടെ സെറ്റിൽ വെച്ചാണ്. അതിനുശേഷം 11ഓളം സിനിമകൾ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പതിയെ സൗഹൃദം പ്രണയമായി. 7 വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് സൂര്യയും ജ്യോതികയും വിവാഹിതരായത്. 2006 വിവാഹം. 2 മക്കളാണ് സൂര്യയ്ക്കും ജ്യോതികയ്ക്കും. വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷങ്ങൾ പിന്നിടുന്നു. എങ്ങനെയാണ് 25 വർഷക്കാലമായി ഇത്ര സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ജ്യോതികയ്ക്ക് അതിന് കൃത്യമായ മറുപടിയുണ്ട്. അതിന് കാരണം ഞങ്ങളുടെ സൗഹൃദമാണെന്ന് ജ്യോതിക പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവർക്കും നേരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വരുന്നു. കങ്കുവ എന്ന തമിഴ് സിനിമയുടെ പരാജയമാണ് ഇതിന് കാരണം. സൂര്യയുടെ കരിയറിലെ ഏറ്റവും മോശം സിനിമയാണിതെന്ന് ആരാധകർ ഉൾപ്പെടെ പറയുന്നു. എന്നാൽ റിലീസിന് മുമ്പ് ഏറ്റവും ഹൈപ്പ് ലഭിച്ച സിനിമയും കങ്കുവയാണ്. റിലീസിന് പിന്നാലെ സൂര്യയ്ക്ക് നേരെ വരുന്ന പരിഹാസങ്ങൾ ഏറെയാണ്. കങ്കുവയെ പിന്തുണച്ച് ജ്യോതികയ്ക്ക് നേരെയും ട്രോളുകൾ വന്നു. ഇപ്പോഴത്തെ താരദമ്പതികളെ കുറിച്ച് വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് ജ്യോതിഷി മെഹ്റോ. സൂര്യയും ജ്യോതികയും വേർപിരിയുമെന്നും ജ്യോതികയുടെ ജാതക പ്രകാരം ഈ ബന്ധം നിലനിൽക്കില്ലെന്ന് മെഹ്റോ വാദിക്കുന്നു. സൂര്യ സാറുടെ ജാതകം എനിക്കറിയാം. 2001 മൊണാലിസ എന്ന സിനിമ വന്നു. മാധവനായിരുന്നു ഹീറോ. ജ്യോതിക അന്ന് കരിയറിലെ പീക്കിലാണ്. എക്സ്പ്രഷൻ ക്യൂനായ ജ്യോതികയെ ആ സിനിമയിൽ നായികയാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ജ്യോതികയെ നേരിൽ കണ്ടു. ജാതകം നോക്കണമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു. ജ്യോതിക സദാനന്ദൻ എന്നാണ് ജാതകം നോക്കാൻ തന്ന പേര്. ഒരു ഹീറോയെ എനിക്ക് വിവാഹം ചെയ്യാൻ പറ്റുമോ എന്ന് ജ്യോതിക എന്നോട് ചോദിച്ചു. വിവാഹം ചെയ്യും, പക്ഷെ ആ ബന്ധം പിരിയുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഒരിക്കൽ ഞാൻ ജ്യോതികയെ കണ്ടു. ജെമിനി സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോൾ എന്റെ അടുത്താണ് ഇരുന്നത്. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അറിയാത്ത പോലെയാണ് ജ്യോതിക പെരുമാറിയത്. ഒരു പക്ഷേ ദേഷ്യമായിരിക്കാമെന്നും മെഹ്റോ പറയുന്നു. തന്റെ പ്രവചനം തെറ്റില്ലെന്നും 2025 അതിനുശേഷമോ സൂര്യയും ജ്യോതികയും പിരിയുമെന്നും മെഹ്റോ വാദിക്കുന്നു. നളിനിയും രാമരാജനും എത്ര വർഷം കഴിഞ്ഞാണ് പിരിഞ്ഞത്? സീതയും പാർത്ഥിവനും എത്ര വർഷം കഴിഞ്ഞാണ് പിരിഞ്ഞത്? അത്രത്തോളം സ്നേഹിച്ചവരായിരുന്നു സീതയും പാർത്ഥിവനും. എന്നാൽ പിരിയേണ്ടി വന്നു. ജാതകത്തിൽ പിരിയുമെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന് ഇയാൾ വാദിക്കുന്നു. ജ്യോതികയ്ക്ക് 2 വിവാഹയോഗമാണ്. അതേസമയം ചിലർ ജ്യോതിഷ പ്രവചനങ്ങൾക്കും അപ്പുറമാണ്. ചിലപ്പോൾ പിരിഞ്ഞേക്കില്ലെന്നും മെഹ്റോ വാദിക്കുന്നു. സൂര്യയ്ക്ക് ഇപ്പോൾ കരിയറിൽ പരാജയം വന്നത് ജാതകത്തിലെ യോഗം കൊണ്ടാണെന്നും മെഹ്റോ പറയുന്നു. ആകായം തമിഴ് എന്ന യൂട്യൂബ് ചാനലാണ് മെഹ്റോ വിവാദവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. വീഡിയോയ്ക്ക് താഴെ വ്യാപക വിമർശനം വരുന്നുണ്ട്. സത്യസന്ധരായ ജ്യോതിഷിമാർ ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുമോ എന്നാണ് താര ദമ്പതികളുടെ ആരാധകർ ചോദിക്കുന്നത്. സൂര്യയും ജ്യോതികയും ഇന്നും സന്തോഷകരമായി ജീവിക്കുന്നു. ജ്യോതിഷിയുടെ പ്രവചനം തീർത്തും തെറ്റാണെന്നും ആരാധകർ പറയുന്നു. 2006 സൂര്യ ജ്യോതിക വിവാഹം നടന്നത്.